ഹായ്, നമസ്കാരം. വിനോദ് കുമാറാണ്. നമുക്കറിയാം, ഇന്ന് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ UK, കാനഡ അതുപോലെയുള്ള മറ്റുള്ള രാജ്യങ്ങൾ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലെ അല്ലെങ്കിൽ US പോലെയുള്ള കൺട്രികളിലെല്ലാം ഇപ്പോൾ ഒരു ട്രെൻഡ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ പക്ഷേ ഒരു ഏഷ്യൻ ട്രെൻഡ് ഇപ്പം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് മലേഷ്യ എന്ന് പറയുന്നത്. ഈ മലേഷ്യയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യാനുള്ള 10 കാരണങ്ങളാണ് ഞാനിന്ന് പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. അപ്പം ഇന്ത്യയിൽ പഠിക്കുന്ന അതേ ചെലവില് നമുക്ക് അവിടെ പഠിക്കാന്നുള്ളതാണ്. അപ്പം അതുപോലെ ലിവിംഗ് കോസ്റ്റും ഭയങ്കര കുറവാണ്. അപ്പം നമുക്കറിയാം, നമ്മളെല്ലാം ടൂർ പോകുന്ന സ്ഥലമാണ് മലേഷ്യ, കോലാലംപൂരൊക്കെ. ഇപ്പോൾ ഫുഡിനൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിനും അതുപോലെ ഹോസ്റ്റൽ ഫീസൊക്കെ വളരെ കുറവാണ്. രണ്ടാമത്തെ, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ കോഴ്സുകളുമാണ്. നമ്മൾ പഠിച്ച് ഗ്ലോബലി ഏത് മാർക്കറ്റിലേക്ക് പോകാൻ സാധിക്കും, അല്ല തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നാലും എല്ലാം റെക്കഗ്നൈസ്ഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പം മോസ്റ്റ് ഓഫ് ദി മലേഷ്യ യൂണിവേഴ്സിറ്റിയിലെ UK അതുപോലെ തന്നെ US, ഓസ്ട്രേലിയൻ ട്വിന്നിങ് പ്രോഗ്രാംസ് അതുപോലെ പാത്വേ പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IELTS റിക്വയർമെന്റ് അല്ലെ ടോഫിൽ റിക്വയർമെന്റ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറവാണ്. പിന്നെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് വീവർ കിട്ടാറുണ്ട് നമുക്ക്, IELTS വീവർ. അതുപോലെ തന്നെ ഇപ്പം കുട്ടികളുടെ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ഇത് പാസ്സായിട്ട് പോകണം എന്നുള്ളത്. പക്ഷേ ഇതേ ഇന്റർനാഷണൽ ഡിഗ്രി കരസ്ഥമാക്കാൻ ടോഫിലോ IELTS ഒന്നും ഇല്ലാതെ പോകാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അടുത്തുള്ള ഏറ്റവും ഗുണം വിസ റിജക്ഷൻ ഇല്ല. ഇപ്പം നമ്മൾക്കറിയാം, യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ അവസാന നിമിഷം അറിയുന്ന വിസ റിജക്ഷൻ ആയിരുന്നു. പല റീസൺസാണ്. ബ്ലോക്ക് ഫണ്ട് വേണം, ഷോ മണി വേണം, അതുപോലെ ഡോക്യുമെന്റേഷൻ പാർട്ട്, അങ്ങനെ പല റീസൺസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് 100% വിസയാണ്. നമുക്ക് യാതൊരു കാരണവശാലും വിസ നമ്മുടെ റിജക്ഷൻ ആവില്ല എന്നുള്ളതാണ് ഇത്. ഒരു 4 to 6 വീക്കിനുള്ളിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഒരു 30 to 40 ഡേയ്സ് ആകെ ഒരു പ്രോസസ്സിംഗ് ടൈം വരുള്ളൂ. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാനും, നമ്മുടെ നാട്ടില് ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികൾക്കും എല്ലാം അല്ലാത്ത കുട്ടികൾക്കും എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ട് ഇത് ചെയ്യാം. പിന്നെ അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ സിമിലാരിറ്റി ഉണ്ട് നമ്മളുമായിട്ട്. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആക്കുന്ന ഒരു കൺട്രിയാണ്. തമിഴിയൻസ് ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ടാവും, ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഒത്തിരി യോജിക്കുന്നതാണ്. മൾട്ടി കൾച്ചർ ഉണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ട്. ടെമ്പിൾസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു മിക്സഡ് കൾച്ചറാണ് അവിടെ എന്നുള്ളതാണ്. അതുപോലെ ലോകത്തിലെ തന്നെ ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള ഒരു കൺട്രിയാണ് മലേഷ്യ എന്ന് പറയുന്നത്. വളരെ ഫ്രണ്ട്ലി കൺട്രിയാണ്. UK ഒക്കെ ആയിട്ട് അവരുടെ നിയമങ്ങളും എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ലോകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഹൈ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ലാബ് സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ലൈബ്രറി, അല്ലെങ്കിൽ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങളെല്ലാം ഹൈടെക് ആണെന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന കുറഞ്ഞ ഫീസ്, അതായത് ഇന്ത്യയിൽ മാംഗ്ലൂരോ അല്ല ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി നമ്മൾ കാശ് മുടക്കി പഠിക്കുന്ന, അല്ലെ ഇവിടുത്തെ ഇന്ത്യയിലെ A1 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ള ഇതേ പൈസ മുടക്കിയാൽ അതിലും ബെറ്റർ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇന്റേൺഷിപ്പിനുള്ളതും അതുപോലെ തന്നെ പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം പഠനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പാർട്ട് ടൈം ലീഗലി 20 മണിക്കൂർ ലീഗലി, അതായത് കാശ് ഉണ്ടായിക്കൊണ്ട് തന്നെ പഠിക്കാം. അവന്റെ ലിവിംഗ് കോസ്റ്റും അതുപോലെ തന്നെ നന്നായിട്ട് മിച്ചം വെക്കുന്ന കുട്ടികൾ വരുന്നുണ്ട്. ആഴ്ചയിൽ 20 മണിക്കൂർ ലീഗലി പാർട്ട് ടൈം എലിജിബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പോകുന്നറിയാലോ, കോലാലംപൂരിലേക്കാണ് പോകുന്നത്, സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാം. അതാണ് അടുത്തൊരു ഗുണം. പിന്നെ ഇവിടുത്തെ സിലബസ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി ആയതുകൊണ്ട് തന്നെ ഈ ബുക്ക് ഓറിയന്റഡ് അല്ലെങ്കിൽ കാണാപ്പാടം പഠിക്കുന്ന മോഡലൊന്നും അല്ല. ഓപ്പൺ ബുക്ക് രീതിയിലുള്ള പുസ്തകങ്ങൾ, മീൻസ് സ്റ്റഡി മെറ്റീരിയൽ രീതികളൊക്കെയാണ്. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി വർക്കും ഇമിഗ്രേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ്. വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിലും ഉണ്ടെന്നുള്ളതാണ്. കാരണം പഠനത്തിന് ശേഷം എംപ്ലോയ്മെന്റ് പാസും അതുപോലെ തന്നെ ടെമ്പററി റെസിഡൻസ് പാസ് ലഭിക്കുന്നു. സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഉണ്ട്. 1 വർഷത്തോളം ഇവർക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നതാണ്. ഈ സമയത്ത് ഇവർക്ക് ഒരു ജോബ് ഒക്കെ കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് പാസിലേക്ക് ഇവർക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് പാസ് 1 വർഷം സ്റ്റേ ബാക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ജോബ് സെർച്ച് ചെയ്യാനുള്ള അവസരമുണ്ട് അവിടെ തന്നെ വേണമെങ്കിൽ. ഇപ്പൊ നമ്മൾ തന്നെ പോയിട്ടുള്ള പല കുട്ടികളും സിംഗപ്പൂരിലേക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കും വിയറ്റ്നാമിലേക്കും ഒക്കെ ഹൈടെക് ജോബിലേക്കൊക്കെ പ്ലേസ്മെന്റ് ആയി. പിന്നെ ഏറ്റവും വലിയ ഗുണം ഗ്ലോബൽ പ്ലേസ്മെന്റ് ആണ്. ഇവിടെ എല്ലാ ഈ മറ്റുള്ള ഇവരുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്ലോബൽ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇവർക്ക് പാത്ത് വേ ആയിട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്.
കുറച്ച് നാൾ ഇവിടെ പഠിക്കുക, അതിനുശേഷം US അല്ലെങ്കിൽ UK പഠിക്കുക, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. മെയിൻ കോഴ്സുകൾ ഏതൊക്കെയാണ് വരുന്നത്? ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ്, IT, എഞ്ചിനീയറിംഗ്, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, MBBS ഉണ്ട്. MBBS വളരെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതുണ്ട്. സൈക്കോളജി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, മീഡിയ, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ വരുന്ന ഏത് കുട്ടികൾ നമ്മളുടെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ ബ്രാഞ്ചിലൂടെ വരുന്ന 100% 50% ഗ്യാരണ്ടീഡ് സ്കോളർഷിപ്പും അപ് ടു 100 വരെ കിട്ടുന്ന സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കുറഞ്ഞ ചെലവിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ദിസ് കൺട്രി. ആൻഡ് നമ്മുടെ എല്ലാ പാർട്ണർ ബ്രാഞ്ചുകളെയും നിങ്ങൾ സമീപിക്കുക. നിങ്ങൾക്ക് 100% ഗൈഡൻസോടുകൂടി സപ്പോർട്ടോടുകൂടി ചെയ്യാം. പിന്നെ ആഫ്റ്റർ ലാൻഡിംഗ് സേവനങ്ങൾ ഞങ്ങൾ എല്ലാ A-Z ഒരു പേരൻസ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒരു അന്യരാജ്യത്തേക്ക് വിട്ട് കുട്ടികൾ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു തരാൻ നമ്മുടെ എല്ലാ ആളുകളും ഉണ്ട്. അതുകൊണ്ട് ബെറ്റർ ഒരു ഇതാണ്. അതുപോലെ തന്നെ ട്രാവൽ ടൈം നിങ്ങൾക്ക് എല്ലാവരും വെറും 5 മണിക്കൂറാണ്. നമുക്ക് കുട്ടികളെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണോ, ഒരു ആവശ്യത്തിന് വിളിക്കണോ, വീട്ടിലൊരു ഫംഗ്ഷൻ ചെയ്യാനോ, ലീവ് സമയത്ത് വരാനോ പോകാനോ ഒക്കെ മറ്റേപോലെ ഒരു ഭൂമിയുടെ അപ്പുറത്തൊന്നും അല്ല. വളരെ സിമ്പിൾ ആണ്. അല്ലെ നമുക്ക് പേരൻസിനോ ഈ പ്രാവശ്യത്തെ കുട്ടികളോടൊപ്പം പോയി ഈ പ്രാവശ്യത്തെ വെക്കേഷൻ അങ്ങോട്ട് പോകാനോ ഒക്കെ നല്ല ഒരു കൺട്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ ആം ടോട്ടലി റെക്കമെൻഡിങ് മലേഷ്യ ഫോർ യുവർ ഹയർ സ്റ്റഡീസ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പാർട്ണർ ബ്രാഞ്ചുമായിട്ട് നിങ്ങൾ സമീപിച്ചോളൂ.